ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം ആസിഫ് അലി നായകനെത്തുന്ന അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയാണല്ലോ രേഖാചിത്രം. സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് തീയതി അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ 2025 ജനുവരി 9 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. ട്രെയിലർ ക്രിസ്മസ് പ്രമാണിച്ച് റിലീസ് ചെയ്യുന്നതാണ്. നാളെ 2 സിനിമകളുടെ ടീസറും ഒരു സിനിമയുടെ ട്രെയിലറും റിലീസ് ചെയ്യുന്നു. അതിൽ രശ്മിക മന്ദാന നായകവേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ തെലുഗു സിനിമയാണ് ദി ഗേൾ ഫ്രണ്ട്. ചിത്രത്തിന്റെ ടീസർ വിജയ് ദേവരകൊണ്ട നാളെ രാവിലെ 11:07 റിലീസ് ചെയ്യുന്നതാണ്. ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ ബോളിവുഡ് ചിത്രമാണ് ബേബി ജോൺ. സിനിമയുടെ ട്രെയിലർ നാളെ ഡിസംബർ 9 റിലീസ് ചെയ്യുമെന്നൊരു അപ്ഡേറ്റ് ഇന്ന് ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. നാളെ ഒരു സിനിമയുടെ ടീസർ കൂടി റിലീസ് ചെയ്യുന്നു. അത് ചെയ്യാൻ വിക്രം നായകനെ എത്തുന്ന വീരധീര സൂരൻ എന്ന സിനിമയുടേതാണ്. ചിത്രത്തിന്റെ ടീസർ നാളെ ഫെബ്രുവരി 9 തിങ്കളാഴ്ച പുറത്തു വരുന്നതാണ്. തങ്കലാന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന വിക്രം സിനിമ വിക്രമിനേറെ നിർണായകമാണ്. അടുത്ത വർഷം തുടക്കത്തിൽ ജനുവരി മാസം സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തേക്കും. ഈ ആഴ്ച ഒരു തമിഴ് സിനിമയും ഒരു മലയാളം സിനിമയും തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അതിൽ മലയാളത്തിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന രാജ്ബി ഷെട്ടി സിനിമയാണ് രുതിരം. സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ഡിസംബർ 13 തന്നെ തമിഴിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിദ്ധാർത്ഥ നായകനെ എത്തുന്ന സിനിമയാണ് മിസ് യു. നേരത്തെ കഴിഞ്ഞ മാസം റിലീസ് തീയതി പ്രഖ്യാപിച്ച് റിലീസ് മാറ്റിവെക്കപ്പെട്ട തമിഴ് സിനിമ കൂടിയാണ് മിസ് യു. അടുത്തത് മലയാളത്തിൽ നിന്നുള്ള പ്രണവ് മോഹൻലാൽ നായകനെ എത്തുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. രാഹുൽ സദാശിവം സംവിധാനം ചെയ്ത പ്രണവ് നായകനെ എത്തുന്ന സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ ആരംഭിക്കുന്നുവെന്ന് നേരത്തെ പ്രേക്ഷകർ അറിയിച്ചതാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ജോണർ എന്താണ്, ഒപ്പം തന്നെ സിനിമയുടെ ലൊക്കേഷൻസ് എവിടെ തുടങ്ങിയ അപ്ഡേറ്റുകൾ ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ സിനിമ ഒരു ഹൊറർ ത്രില്ലർ മിസ്റ്ററി വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ് എന്നും തൃശ്ശൂർ, പാലക്കാട്, കൊച്ചി എന്നിവിടങ്ങളിലാണ് സിനിമയുടെ ചിത്രീകരണം വെറും 50 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കുക തുടങ്ങിയ അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാത്തിരിക്കാം പ്രണവിന്റെ രാഹുൽ സിനിമ കേട്ടാം. വീഡിയോയിൽ അവസാനത്തെ റിപ്പോർട്ട് ഷൂട്ടിംഗ് പൂർത്തീകരിച്ച മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായ ലാലേട്ടിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന L2 എമ്പുരാനെ കുറിച്ചാണ്. സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്ന് പൃഥ്വിരാജ് നൽകുമ്പോൾ മുംബൈയിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ അതിവേഗത്തിൽ പൂർത്തീകരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് കട്ട് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് പൃഥ്വിരാജ് ഇന്ന് നൽകിയിരിക്കുന്ന അപ്ഡേറ്റ്. ഈ ഡിസംബർ മാസം മുതൽ തന്നെ സിനിമയുടെ ഒരുപാട് അപ്ഡേറ്റുകൾ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ബറോസിന്റെ റിലീസ് പ്രമാണിച്ചോ അതല്ലെങ്കിൽ ന്യൂ ഇയർ പ്രമാണിച്ചോ സിനിമയുടെ ഒരു ഗ്ലിംസ് അതല്ലെങ്കിൽ ടീസർ റിലീസാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മാർച്ച് 27 എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കാം സിനിമയുടെ വരാനിരിക്കുന്ന ക്വാളിറ്റി അപ്ഡേറ്റുകൾ കേട്ട്.